സച്ചി രേവതിയും തിരിച്ച് വീട്ടിലേക്ക് പോയിണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ശ്രുതി നേരെ വാർഡിലേക്ക് കയറാൻ പോവാണ്. അപ്പൊ സച്ചി രേവതിയും തിരിച്ച് ഇറങ്ങി വരും. ശ്രുതിനെ കാണുമ്പോൾ തന്നെ സച്ചി ചോദിക്കുകയാണ്, ഇതെന്താ പൗഡർ ഏട്ടത്തി, ഇപ്പൊ ഇവിടെയും മേക്കപ്പ് ഇടാൻ തുടങ്ങിയോ? ഇവിടെ നിന്നുള്ള ആൾക്കാർക്ക് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ മേക്കപ്പ് ഇടാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലേ എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ്. അപ്പൊ ശ്രുതി പറയും, അല്ല രേവതി, ഞാൻ കെറ്റിൽ കൊടുക്കാൻ വേണ്ടി വന്നതാ എന്ന് പറയും. ഇപ്പൊ എന്താ കച്ചവടമൊന്നും ഇല്ലേ, അതാണോ ഫ്രീ ആയി കൊടുക്കണേ എന്നിങ്ങനെ സച്ചി ചോദിക്കും കേട്ടോ. അപ്പോൾ ശ്രുതി പറയും, അല്ല ഇങ്ങനെ കുറേ സാധനങ്ങൾ ഫ്രീ ആയി കൊടുത്താലല്ലേ അപ്പോൾ അവർ വലിയ വലിയ സാധനങ്ങൾ വാങ്ങുള്ളൂ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ സച്ചി ചോദിക്കും, പിന്നെ വാഷിംഗ് മെഷീനൊക്കെ വാങ്ങാൻ നിൽക്കല്ലേ ഇപ്പോൾ ഹോസ്പിറ്റലുകാർ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ രേവതി പറയാണ്, അല്ല സച്ചി ചേട്ടാ, അവിടെ എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഇവർ വാങ്ങില്ലേ, അത് നല്ലൊരു ഐഡിയ, അതെന്തായാലും കൊള്ളാം ശ്രുതി എന്നിങ്ങനെ പറയും കേട്ടോ. അതിനുശേഷം ശ്രുതിയോട് പറയും, നിങ്ങളെന്താ എവിടെയും ചോദിക്കും ശ്രുതി. അപ്പോൾ എനിക്ക് പനി കുറവില്ലാത്ത കാരണം ഡോക്ടറെ കാണാൻ വന്നതാ. അപ്പോഴാണ് അറിഞ്ഞത് വിമല ആൻറ്റിയുടെ ആ ഒരു കുഞ്ഞില്ലേ, ആ കുഞ്ഞിനെ ഇവിടെ വയ്യാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പം അയ്യോ അതെ അല്ലേ അശു, എന്നിട്ട് എന്താ ഉണ്ട് അപ്പം എങ്ങനെ കൊണ്ട് കുട്ടിക്ക് എന്നൊക്കെ ഇങ്ങനെ ശ്രുതി ചോദിക്കും. അപ്പോൾ സച്ചി എന്താ പെട്ടെന്ന് പാർലറേട്ടത്തേക്ക് ഒരു ടെൻഷനൊക്കെ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, അല്ല കുഞ്ഞുങ്ങളുടെ കാര്യമായതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്, ഞാൻ എന്തായാലും ഇത് കൊടുക്കാൻ പോട്ടെ എന്ന് ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ശ്രുതി നേരെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ കുട്ടിയുടെ കെടുപ്പ് കാണുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. എന്നിട്ട് ശ്രുതി കരയാണ്, നിന്നെ എനിക്ക് നന്നായി നോക്കാൻ പറ്റിയില്ലല്ലോ, നിന്നെ എൻ്റെ അടുത്ത് നിന്ന് മാറ്റി നിർത്തേണ്ടി വന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉമ്മയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ശ്രുതി തിരിച്ചിറങ്ങുകയാണ്. ആ ഇറങ്ങുന്ന സമയത്ത് സച്ചി രേവതിയും വരുന്നുണ്ടാവും. അപ്പോൾ ഈ കെറ്റിൽ വേഗം അവിടെ ഉള്ള ഒരാളുടെ അടുത്ത് ഇതൊന്ന് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുകൊടുത്തിട്ട് ശ്രുതി ഇങ്ങോട്ട് വരും കേട്ടോ. എന്നിട്ട് പറയും, കെറ്റിൽ കൊടുത്തോന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കൊടുത്തു എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് നീ കണ്ടോ കുട്ടീനെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ടു. അപ്പം നിന്നെ മനസ്സിലായി ചോദിക്കുമ്പോൾ ഇല്ല വിമല ആൻറ്റിക്ക് എന്നെ മനസ്സിലായില്ല, ഞാൻ പിന്നെ പറഞ്ഞപ്പോൾ മനസ്സിലായി, പാവ കുട്ടി എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പറയട്ടോ. അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.